ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ അൻസിബയും അഭിഷേകും തമ്മിൽ സംസാരിക്കേണ്ടത് ചില ശ്രീരേഖനെ പറ്റിയാണ്. അൻസിബ പറയേണ്ടത് ശ്രീരേഖ പോവാൻ കാര്യം ശരിക്കും ശ്രീരേഖയുടെ ഡബിൾ സ്റ്റാൻഡ് കളികളാണ്. ശരിക്കും റിയലായിട്ട് നിൽക്കണില്ല. ഓരോ മൊത്തം അഭിനയിച്ചാണ് നടക്കുന്നത്. ശരിക്കും ഗെയിമിനോടോ ഒന്നിനോട് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 2 ദിവസം ഒരു ടീമിനൊപ്പം നിൽക്കും, പിന്നെ വേറെ 2 ദിവസം വേറെ ടീം, പിന്നെ വേറെ 2 ദിവസം വേറെ ടീം, അങ്ങനെ മാറി മാറി നിൽക്കും. ഒരു സ്റ്റഡി ആയിട്ടോ ഒരു സ്റ്റാൻഡേർഡായിട്ടോ ഒരിക്കലും നിന്നിട്ടില്ല എന്നാണ് അൻസിബ പറയുന്നത്. എന്നുവെച്ചാൽ ഈ പുള്ളിക്കാരിക്ക് എപ്പോഴും എന്താണ് ഈ ആക്ടിങ് ബേസ് മാത്രമേ നടക്കണുള്ളൂ. അല്ലാണ്ട് ഈ ബിഗ് ബോസ് ടാസ്കിലോടോ അതിനോടോ വലിയ താല്പര്യമില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം മെയിനായിട്ട്. എന്നുവെച്ചാൽ ഈ ബിഗ് ബോസിന് വേണ്ടത് ടാസ്ക് കളിക്കാനും അല്ലാതെ ഗെയിമിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരാളാണ് വേണ്ടത്. പക്ഷേ ഈ സിനിമ ആക്ടിങ് ഒക്കെ എന്തിനാണ്? അങ്ങനെ ആക്ടിങ് ആണെങ്കിൽ ഒരു സിനിമ കണ്ടാൽ മതിയില്ലേ, ഇവിടെ വന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. സിമറൽ അതിൽ പറയണതിൽ 90% കാര്യം തന്നെയാണ്, വേറെ ഒന്നല്ല. പുള്ളിക്കാരി ഇവിടെ വന്നിട്ട് വലിയ കാര്യം ചെയ്തിട്ടില്ല, വലിയ ടാസ്ക് വൈസാലൊന്നും ചെയ്തിട്ടില്ല. ആകെ പെർഫോം ചെയ്യണത് ഇങ്ങനത്തെ ആക്ടിങ് വരുമ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. അസിബിനായിട്ടുണ്ടായ ആക്ടിങ്ങും അല്ലാത്ത കുറച്ച് ക്യാരക്ടർ പ്രേരത്തായിട്ട് അങ്ങനത്തെ ക്യാരക്ടർ ഇംബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാണ്ട് ടാസ്ക് വൈസൊന്നും പുള്ളിക്കാരിക്ക് പറ്റണില്ല. അത് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ അതന്നെ അൻസിബ പറഞ്ഞത്. എന്താണ് ഇവിടെ റിയലായിട്ട് നിൽക്കണില്ല പുള്ളിക്കാരി, എന്താണ് ഇൻവിസിബിളാണ്. ആക്ടിങ് മാത്രം നോക്കണുള്ളൂ. ബിഗ് ബോസിൻ്റെ ഒരു മെറ്റീരിയലായിട്ടോ അതോ എന്താണ് ടാസ്ക് വൈസ് ആണെങ്കിലോ സംസാരിക്കാനായാലോ ഒരു പവർ റൂമിൽ കയറിയാലോ ഒരു അധികാരത്തിൽ വന്നാലോ അതിനുള്ള ഒരു കാലിബറൊന്നും പുള്ളിക്കാർക്ക് ഇല്ല എന്നാണ് അൻസിബ പറഞ്ഞത്. അഭിഷേക് അപ്പോൾ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൻസിബ പക്ഷേ ഇതുപോലത്തെ ഒരു ടൈപ്പ് തന്നെയാണ്. ശരിക്കും അൻസിബ ഇൻവിസിബിളാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അങ്ങനെ സ്ക്രീൻ സ്പേസിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരാളാണ് അൻസിബ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കൂടുതലും ആ റൂമിനകത്ത് ഇരിക്കുക, കൂടുതലും അൻസിബ. പിന്നെ പക്ഷേ ആ റൂമിനകത്ത് ഇരുന്നാലും അൻസിബ ആൾക്കാരെ നിരീക്ഷിക്കും. ഈ ശ്രീരേഖ നല്ലപോലെ നിരീക്ഷിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവിടുത്തെ എല്ലാ വീട്ടിലും ആൾക്കാർ നല്ലപോലെ നിരീക്ഷിച്ചിട്ടുണ്ട് അൻസിബ. കട്ടിലെ തന്നെ ഇരുന്നാലും ആൾക്കാർ നിരീക്ഷിക്കണം. പക്ഷേ അങ്ങനെ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. ടാസ്ക് വരുമ്പോൾ കയറി കളിക്കണം. അൻസിബ ടാസ്കിൽ കുറച്ച് വീക്കാണ്, അത് ഒരു കാര്യം. അൻസിബക്ക് ഏറ്റവുള്ള പോസിറ്റീവ് എന്ന് വെച്ചാൽ അധികം ഓവർ സംസാരിക്കാണ്ട് ആവശ്യമുള്ള പോയിൻ്റ് ആവശ്യമുള്ള സ്ഥലത്ത് കൊടുക്കും. ആ പോയിൻ്റ് പക്ഷേ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. സാധാരണ ആൾക്കാർ കൊടുക്കണ അതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാവും ആ ഒരു പോയിൻ്റ്. അതാണ് പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാണ്ട് ഒരു കാര്യത്തിന് ഒന്നിനും സംസാരിക്കാനോ ഒന്നിനും പോവില്ല. കറക്റ്റായിട്ട് കാര്യം കറക്റ്റ് സ്ഥലത്ത് വരും പോവും. വാര വെറുപ്പിക്കാനോ തല്ലുപിടിക്കാൻ പോകില്ല. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച മുതലാണ് കുറച്ചും കൂടി ഫൈറ്റായിട്ടും കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വന്നത്. പക്ഷേ ഈ ആഴ്ച ഈ ഹോട്ട് ടാസ്കിൽ പുള്ളിക്കാർ വലിയ ഒരു ഇമ്പാക്റ്റൊന്നും വന്നിട്ടില്ല. കുറച്ച് നെഗറ്റീവ്, അത്യാവശ്യം കുറച്ച് നല്ല നെഗറ്റീവ് പുറത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. അപ്പോൾ അത് മാറ്റണം. ഇനി കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ ടോപ്പ് 5 കയറാൻ പറ്റുള്ളൂ. ഇനിയുള്ള കളികളൊക്കെ കുറച്ചും കൂടി ഇച്ചിരി ഹെവി ആയിട്ടുള്ള ടാസ്കും എല്ലാ വയസ്സും ഹെവിയാണ്. അപ്പോൾ ബെഡിൽ ഇരുന്നുള്ള പരിപാടി നിർത്തി പുറത്തിറങ്ങി കുറച്ചുകൂടി നന്നായിട്ട് ഓപ്പണായിട്ട് ടാസ്ക് കളിക്കരുത്. വർത്താനം പറയണില്ല, വർത്താനം പുള്ളിക്ക് പറഞ്ഞു അത് ഒരു ഇതാണ്, ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും പറയേണ്ട സ്ഥലത്ത് പറയുന്നുണ്ട് അല്ലേ. ഈ ചറവറ വർത്താനം പറഞ്ഞ കാര്യമില്ല. അവിടെയാണ് പുള്ളിക്കാരൻ്റെ ഒരു പവർ കാണിക്കുന്നത്. ചറവറ വർത്താനം പറയാൻ നല്ലത് പറയണ പോയിൻ്റ് പറയണ സ്ഥലത്ത് കറക്റ്റ് രീതിയിൽ കൊള്ളണ രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ആൾക്ക് നല്ല സപ്പോർട്ടും കിട്ടുന്നുണ്ട്, ഫാൻസ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഇനി കുറഞ്ഞ് വേണ്ടതാകെ എന്താണ് ഈ ടാസ്ക് വരുമ്പോൾ അന്ന് ഇറങ്ങി കളിക്കുക കുറച്ചും കൂടി. പുള്ളിക്കാർക്ക് ടാസ്ക്കൊക്കെ വരുമ്പോൾ ഫിസിക്കൽ ടാസ്ക്കൊക്കെ കൂടുതലും വന്നത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കളിക്കാനായിട്ട് ഫിസിക്കൽ ടാസ്കിലൊക്കെ. ഓട്ടം ചാട്ടമുള്ള പരിപാടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള എനിക്ക് കണ്ടു തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുറച്ച് നന്നാക്കി എടുത്താൽ ഒരു ടോപ്പ് 5 ഒരു BB മെറ്റീരിയലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനിയുള്ള ടാസ്കുകൾ എല്ലാം ഇപ്പോൾ ഇന്ന് എവിക്ഷൻ മുതൽ സ്റ്റാർട്ടിങ് ആണ്. പവർ റൂമില്ല, പഴയ പോലെ പവർ റൂമില്ല. ഇച്ചിരി കൂടി ടഫായിരിക്കും. ഫൈറ്റ് ഉണ്ടാകാം, നല്ല പോലെ ഇച്ചിരി കൂടി പണിഷ്മെൻറ്റ് ഉണ്ടാകാം. പിന്നെ കോർട്ട് റൂം ഉണ്ടാകാം, അത് പുതിയ അതിഥി വരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനിയുള്ള ഗെയിമുകളെല്ലാം ടാസ്കുള്ള ഗെയിമായിരിക്കും. ഇനി ഒരാഴ്ചയിൽ ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ. ഇനി ആകെ 39 ദിവസം എന്തോ ഉള്ളൂ. അപ്പോൾ 1.5 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള കളികളൊക്കെ എല്ലാം ഇച്ചിരി കൂടിയ കളികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേഷൻ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പുതിയ ബിഗ് ബോസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റും വോട്ടിംഗ് അപ്ഡേറ്റും നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.